നമസ്കാരം. KK കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പുതിയൊരു സംരംഭമായ KK പ്രതിഭകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി വളരെയേറെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. പോലീസുകാരനാണ്, ചിത്രകാരനാണ്, മറ്റു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വലിയൊരു കലാകാരൻ്റെ വീട്ടിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രാജേശ്വരൻ, നമസ്കാരം. നമസ്കാരം. രാജേശ്വരന് വേറൊരു പേരുണ്ടല്ലേ? അനിയൻ എന്നാണ് അറിയപ്പെടുക. രാജേശ്വരൻ എന്നുള്ള പേരിനേക്കാൾ എനിക്കിഷ്ടം എന്നെ അനിയൻ എന്ന് വിളിക്കുന്നത് തന്നെയാണ്. അല്ല, ഞങ്ങളും ചോദിച്ചപ്പോൾ അനിയൻ എന്നാണ് ഞാൻ അറിയപ്പെട്ടത്. ഞങ്ങളിവിടെ വരുമ്പോൾ കണ്ട കാഴ്ച കിടപ്പാടം എന്ന് വെച്ചാൽ വീടിന്റെ പേര്. എന്താണ് അങ്ങനെ? അതിനും ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ വളരെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ എല്ലാ വീട്ടിലെ രക്ഷിതാക്കളെ നമ്മുടെ കാരണന്മാര് പറയില്ലേ, ഒരു കിടപ്പോടുണ്ടാക്കാൻ മനുഷ്യൻ കഴിക്കണ പാട് അവർ കിടപ്പോടെന്ന് പറയാം. അപ്പൊ എനിക്കത് അന്നേ സ്ട്രൈക്ക് ചെയ്തേക്കുന്ന നല്ലൊരു വാക്കാണ് കിടപ്പാടം. അന്ന് എൻ്റെ മനസ്സിലുള്ള തീരുമാനം, എന്തെങ്കിലും വീട് വെച്ചാൽ അന്ന് ആ വീടിന് കിടപ്പാടെന്ന് പേരിടുന്നത്. അപ്പൊ ആ പേരാണ് വീടിന് ഇട്ടിട്ടുള്ളത്. KK കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടം എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ ഓർത്തെടുക്കുന്നു? KK കോളേജ് എന്ന് പറയുമ്പോഴേ അതില് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ ആകെ അവിടെ ഒരു 3 മാസം, മാക്സിമം ഒരു 6 മാസമോ, അതും പലപ്പോഴായിട്ട് വന്നിട്ടുള്ളൂ. അവിടേക്ക് എത്തിപ്പെടാനുള്ള ബസ്സേജ് ഉണ്ടാവില്ല. അപ്പോൾ 25 പൈസ ആവുന്ന ദിവസം ഞാൻ അങ്ങോട്ട്, ഏറ്റവും ഷോർട്ട് കട്ടിന് 25 പൈസയാണ്. ആ 25 പൈസ ആവുന്ന ദിവസം ഞാൻ അങ്ങോട്ട് വരും. ഭാര്യയും KK പഠിച്ചാണ്? അതെ. ഭാര്യയുടെ പേര് ബിസ. ബിസ. എൻ്റെ ഒരു 8 വർഷം ജൂനിയറായിട്ട് ഞാൻ 88-90 ബാച്ചാണ് അവിടുത്തെ. 88-90. KK വരുമ്പോൾ ഞാൻ വരുന്നത് വല്ലാത്തൊരു ലോകത്തിന് ഞാൻ വന്നു കയറി. എല്ലാവരും ഭയങ്കര അടിച്ചുപൊളി, ഭയങ്കര സുന്ദരന്മാരും അടിച്ചുപൊളി ടീമുകൾ. ഞാൻ മാത്രം ഒരു എന്താ പറയാ, ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. എൻ്റെ ഒരു ഈഗോണത്. എനിക്ക് ആ ഈഗോനെ ഓവർകം ചെയ്യാനായിട്ട് ആ കാലഘട്ടത്തിൽ പറ്റിയായിരുന്നില്ല. എനിക്ക് ഒരു ഷർട്ട്, ഒരു ഒറ്റമുണ്ട്, അതിന് എൻ്റെ KK കോളേജിൻ്റെ എൻ്റെ വസ്ത്രം തന്നെ. അതെല്ലാ ദിവസവും ഇടാനുള്ള മടി കൊണ്ടായിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നതും ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടിരുന്നത്. അത് ഞാൻ അന്ന് പിന്നെ അവിടെ നമ്മുടെ ചൂളക്കാടൊക്കെ ഇല്ലേ, ഞാൻ വരും. ആദ്യത്തെ കുറച്ച് ആളൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ മടിയൊക്കെ തുടങ്ങിയപ്പോൾ, മടി തുടങ്ങിയല്ല, വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഞാൻ നേരെ വന്ന് ചൂളക്കാട്ടിൽ വന്ന് അവിടെ കിടക്കും. ആ ഒരു പുതപ്പ് പോലെയാണ് ചൂളക്കാട്, അതിൻ്റെ ഇലകൾ വീണിട്ട് ഞാൻ അവിടെ വന്ന് കിടക്കുമായിരുന്നു. ഞാനവിടെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ എന്നൊന്നും ആരും കാണുന്നുണ്ടാവില്ല. ഞാൻ അവിടെ നിന്ന് പതുക്കെ എല്ലാവരും പോകുമ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പോരും, വീട്ടിലേക്ക് വരും. അങ്ങനെയായിരുന്നു എൻ്റെ KK കാലഘട്ടം. പക്ഷെ എന്നാൽ പോലും അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് KK എൻ്റെ ഒരു എന്താ പറയുക, ഒരു എല്ലാവർക്കും കോളേജ്, കലാലയം എന്നൊക്കെ പറയാൻ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ കളർഫുള്ളായിട്ടൊന്നും പറയാനില്ല. എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോളേജ് എൻ്റെ. പക്ഷേ ഈ ഞാനവിടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനൊക്കെ സമ്മാനം കിട്ടി, ഡിസോണിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നല്ല ഓർമ്മകളാണ്. ഞാനവിടെ കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട്. അവിടെ തലേദിവസം എഴുതി പിറ്റേ ദിവസം കൂട്ടുകാർക്ക് കഥ പറഞ്ഞു കൊടുത്ത് നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് അതുള്ളൂ എനിക്ക് പറയാനായിട്ട്, വേറെ ഒന്നുമില്ല, അതുള്ളൂ. പക്ഷേ എങ്കിൽ പോലും KK കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വികാരമാണ്. നമ്മുടെ KK ഓരോരുത്തരും പറയുന്ന പോലെ എൻ്റെ വികാരമാണ്. വന്നിരിക്കും, എല്ലാ കാലവും നമ്മളവിടെ പോയിരിക്കും. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് കണ്ണീരിൻ്റെ ചാലുകളിലൂടെയാണ് യാത്ര ചെയ്തത് അല്ലേ? ഒരു പരിധിവരെ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? ആ കാലഘട്ടം, നമ്മൾക്കിടെ കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് പോക്കറ്റ് മണിക്കൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്കന്ന് ഒന്നും ഉണ്ടായില്ല. ഞാനൊന്ന് പേപ്പറുകാരനാണ്. 10ാം ക്ലാസ് മുതൽ ഞാൻ പേപ്പർ ബോയാണ്. അപ്പൊ അതിൽ കിട്ടുന്ന വരുമാനമായിരുന്നു എനിക്ക് KK വരാനും പോകാനായിട്ടുള്ള എൻ്റെ വരുമാനങ്ങൾ. നമ്മൾ വേറെ ആരും കുറ്റം പറയണമെന്നല്ല, ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മളും അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. അനിയൻ ഭായ്, പോലീസിലേക്ക് എങ്ങനെ എത്തി? പോലീസ് ഒരിക്കലും ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. പണ്ടൊക്കെ പട്ടാളക്കാരനാവുന്ന ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് പറയുന്നത് എനിക്ക് അതിനുള്ള പൊക്കില്ല, വണ്ണമില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചിട്ടില്ല. PSCക്ക് നല്ല രീതിയിലൊക്കെ പഠിച്ച് ഒരു പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ അതിലുണ്ടാകുന്ന ഒരു 138ആയിരുന്നു എൻ്റെ റാങ്ക് ജില്ലയിലത്തെ, നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒഴിവിലേക്ക് അയച്ചില്ല. അപ്പോൾ അങ്ങനെ അവിചാരിതമായിട്ട് ശരിക്കും പറഞ്ഞാൽ വഴിതെറ്റി വന്ന ഒരു പോലീസുകാരനാണ് ഞാൻ. താങ്കളുടെ കുറേ ചിത്രകലകളിലൂടെ കണ്ടു വരച്ചത്. ഇത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ് ചിത്രരചന വൈഭവം എന്ന് പറയുന്നത്. പിന്നീട് അത് സ്വയം ഡെവലപ്പ് ചെയ്താണോ അതോ ക്ലാസ്സിന് പോയിട്ടുണ്ടോ, പഠിക്കാൻ പോയിട്ടുണ്ടോ? അതിൽ പിന്നെ സെന്റിമെന്റ്സ് വരും. സെന്റിമെന്റ്സുകളുടെ പെരുമഴയാണ്. എന്നുവെച്ചാൽ എനിക്ക് തൃശ്ശൂർ ഫൈൻ ആർട്സിൽ അഡ്മിഷൻ കിട്ടി. പക്ഷെ അവിടെ തൃശ്ശൂർ പോയി വരണമെങ്കിൽ അന്ന് 1 രൂപ 1 സൈഡ് വേണം. അപ്പൊ 2 രൂപ വേണം, ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അത് വിട്ടു ഞാൻ. അങ്ങനെ വളരെ വിഷമത്തോടെ അത് പോകുന്നുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് അതേ സമയത്ത് തന്നെ എനിക്ക് PG KFRIയിൽ ഒരു അപ്രന്റീസായിട്ട്, ഞാൻ IT പ്ലംബറായിരുന്നു.
KKT കഴിഞ്ഞിട്ട് പിന്നെ IT പ്ലംബിങ് പഠിച്ചു. അപ്പോൾ പ്ലംബറായിട്ട് എനിക്ക് അപ്രന്റീസ് കിട്ടി. അങ്ങനെ അവിടെ ചെന്നു. അവിടെ എനിക്ക് ഭാഗ്യവശാൽ എനിക്ക് അവിടെ ഒരു ഗുരുനാഥൻ ആയിട്ടൊരു സുഭാഷ് കുര്യാക്കോസ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടാൻ പറ്റി. അവിടുത്തെ ഫോട്ടോഗ്രാഫർ കം ആർട്ടിസ്റ്റാണ്. ആളുടെ ഒരു ഡയറക്ഷനിലാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഓയിൽ പെയിൻറ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി ചെയ്തതിന് എനിക്ക് 800 രൂപ പ്രതിഫലം കിട്ടി. ജീവിതത്തിൽ അത് വലിയൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ചില വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ ഏകദേശ രൂപം വരച്ചെടുക്കുന്ന പരിപാടിയല്ലേ രേഖാചിത്രം. കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് അല്ലേ? അങ്ങനെയുള്ള അനുഭവം ഒന്ന് വിവരിക്കാമോ? ഒരു ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വീടെത്തി. അപ്പോൾ എന്നെ അവിടുത്തെ അന്നത്തെ DSP ബിജു ഭാസ്കർ സാറിന്, പുള്ളി രാജേശ്വരൻ പെട്ടെന്ന് വന്നു, ഇവിടെ ഒരു രേഖാചിത്രം വരയ്ക്കണം. ഞാൻ സാറേ ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല. അത് സാറില്ല, രാജേശ്വരനോട് വാ വരച്ചാൽ ശരിയാവുമെന്ന് പറയണത്. ആ ഒരു വിളിയിൽ ഞാനിവിടെ നിന്ന് ചെന്നിട്ട് ISRL ജീവനക്കാരൻ അല്ലമീൻ ലോഡ്ജിൽ മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ISRL ജീവനക്കാരൻ. അപ്പോൾ അത് കണ്ട അവിടുത്തെ സ്റ്റാഫുണ്ട്, വാച്ച്മാനാണ്. പുള്ളി എന്നോട് പറഞ്ഞ ഒരു 10-15 മിനിറ്റ് ആളെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് കിട്ടിയൊരു A4 പേപ്പറിൽ ജസ്റ്റ് വരച്ചു തുടങ്ങി. അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം ഒരുപാട് ആൾക്കാരെ കാണും. പക്ഷെ ഒരു ഇൻസിഡൻ്റായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ കണ്ടാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്തിരിക്കും. നമ്മൾ എന്നാലും അവൻ എന്നെ അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ അയാൾ ഇത്ര ദേഷ്യത്തിൽ നോക്കേണ്ട കാര്യം എന്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ റീസൈക്കിൾ ചെയ്തിരിക്കും, അവൻ്റെ ചിന്ത നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫേസ് അങ്ങനെ കിടക്കും. അപ്പോൾ ഈ ചേട്ടനെ ആകെ 2 പ്രാവശ്യം വരെ കണ്ടിട്ടുള്ളൂ. വൈകുന്നേരം അവിടേക്ക് ലോഡ്ജിലെ മുറിയിൽ കയറി പോണത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുത്തൻ രാവിലെ ഇറങ്ങിപ്പോയത്. ഇത് 2 ആൾ ഇറങ്ങിപ്പോയി, 3 ആൾ വന്നിട്ട് 2 ആൾ ഇറങ്ങിപ്പോയി. മറ്റേ അയാൾ കിടക്കുന്നുണ്ട്, രാവിലെ എനിക്ക് വരും എന്ന് പറഞ്ഞു. അത്രയ്ക്കുള്ളൂ. ആ കണ്ട നേരത്തെ ഓർമ്മയിൽ വെച്ചിട്ട് അതിലൊരുത്തൻ്റെ ഫേസ് എനിക്ക് പറഞ്ഞു തന്നിട്ട് അത് ഇങ്ങനെ ജസ്റ്റ് വരച്ച് ഒരു 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് വരച്ചാണ്, ഒരു രേഖാചിത്രം വരച്ചാണ്. പക്ഷെ അത് ആ പ്രതികളെ പിടിക്കാനായിട്ട് വളരെ സഹായകമായി. അങ്ങനെ ആദ്യമായിട്ട് രേഖാചിത്രം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരണത് ഞാൻ. വ്യത്യസ്തവും ഭയങ്കര ആകർഷകവുമായ കുറേ ചിത്രങ്ങൾ ഞങ്ങൾ ഇവിടെ കണ്ടു. ഈ പാരമ്പര്യമായിട്ട് ആരെങ്കിലും ചിത്രകാരുണ്ടോ വീട്ടിൽ? അച്ഛനമ്മ ആരുമില്ല. ചേട്ടൻ വരയ്ക്കായിരുന്നു. ചേട്ടൻ വരയ്ക്കും. പക്ഷെ പുള്ളി ഇടക്കാലം കൊണ്ട് ആള് ചെത്തുതൊഴിലാളിയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ആളത് നിർത്തി. പിന്നെ ഞാൻ തന്നെയാണ് വരയ്ക്കാറ്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ആ ഒബ്സർവേഷനൊക്കെ ചേട്ടനായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ലോലിനൊക്കെ വരയ്ക്കുന്ന കാലത്ത് പുള്ളി കറക്റ്റായിട്ട് വരയ്ക്കും. ലോലിന്റെ സൈഡൊക്കെ എനിക്ക് അത്രയ്ക്കും പറ്റാറില്ല. പോലീസുകാരൻ എന്ന നിലക്ക് ഇപ്പൊ ASI ആണ് അല്ലേ? പോലീസുകാരൻ എന്ന നിലയ്ക്ക് പ്രശസ്തനാണ്. ചിത്രകാരൻ എന്ന നിലയ്ക്കും അനിയമായി പ്രശസ്തനാണ്. ഇതിൽ ഏതിനോടാണ് കൂടുതൽ ആഭിമുഖ്യം? അങ്ങനെ ചോദിച്ചാൽ വലിയ വിഷമം. എന്നാൽ പോലും ഒരു പടിക്ക് മുകളിൽ നമ്മുടെ ചിത്രരചന തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനൊരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ രജിസ്റ്റർ ആവുന്നത് പോലീസുകാരനായതുകൊണ്ടാണ്. ഇവിടെ ഒരു ചിത്രം കണ്ടു, ഹോർത്തിയൂസ് മലബാറിക്കസ് അല്ലേ? അതെ അതെ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, ആ ചിത്രത്തെ കുറിച്ച്? ഹോർത്തിയൂസ് മലബാറിക്കസിന്റെ പ്രത്യേകത വെച്ചാൽ മലബാറിലെ സമ്പൂർണ്ണ സസ്യലതാദികളെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. ഹെൻറിക് വാൻഡ്രീഡ് ഗവർണറായിരിക്കുന്ന കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 300 ചില വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഇട്ടിയച്ഛനാണ് രചിച്ചിട്ടുള്ളത്. ലാറ്റിൻ ഭാഷയിലാണ് ഈ പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൽ ആദ്യമായിട്ട് അതിൻ്റെ ഒരു നമ്മളെ മലയാളികളെ സംബന്ധിച്ചൊരു പ്രത്യേകത വെച്ചാൽ മലയാളം ലോകത്തിൽ ആദ്യമായിട്ട് മലയാളം പ്രിന്റ് ചെയ്തു വന്നത് ഹോർത്തിയൂസ് മലബാറിക്കസിലാണ്. അപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാറ്റിൻ പുസ്തകമാണ്. അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് പരിഭാഷ ഇറങ്ങിയപ്പോൾ അതിൻ്റെ കവർ പേജ് പെയിൻറ് ചെയ്ത് പുതിയ രീതിയിൽ ഇറക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ 2ാമത്തെ വോള്യത്തിൽ അതിൻ്റെ ഇൻസൈഡിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, ലിത്തോഗ്രാഫിയിൽ ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണത്. അത് കളറാക്കി ചെയ്യാനായിട്ട് എനിക്ക് അതിൻ്റെ രചയിതാവ് KS മണിലാൽ, ഈ അടുത്ത് മരിച്ചു സാറ്, KS മണിലാൽ എന്ന് പറഞ്ഞിട്ട് ആളെന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ രീതിയിൽ ഞാൻ അത് വരച്ചു തുടങ്ങിയത്. 2.5-3 മാസത്തോളം എടുത്തിട്ട് ചെയ്ത ഒരു ചിത്രമാണത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ ഒരു നേട്ടം എന്ന് പറയാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഞാൻ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്ക് അഭിമാനിക്കാം. അതിലുപരി KKT കോളേജിലെ നമ്മളെല്ലാ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അഭിമാനിക്കാവുന്ന വലിയൊരു കാര്യമാണ് ശ്രീ അനിയൻ ഭായ് ഇവിടെ പറഞ്ഞത്. ഈ പടം വരയ്ക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ വലിയൊരു ഭാഗ്യമാണ്, എല്ലാവർക്കും കിട്ടുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരു കഴിവുള്ള പല കുട്ടികളും അതിൽ പിന്നീട് തുടരുന്നില്ല. ചിലർ പ്രശസ്ത ചിത്രം മാത്രം വരയ്ക്കും, പ്രത്യേകിച്ച് സിനിമാ നടികളുടെ ചിത്രം മാത്രം വരച്ച് അത് അവിടുത്തെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ മേഖലകളിലേക്ക് താങ്കളിപ്പോൾ ഈ ഹോർത്തിയൂസ് മലബാറിക്കസ് പോലെ പുതിയ മേഖലകളിലേക്ക് പുതിയ തലങ്ങളിലേക്ക് ചിത്രമേഖല വ്യാപരിക്കാനായിട്ട് പല ചിത്രകാരന്മാർക്കും കഴിയാറില്ല.
എങ്ങനെയാണ് വിലയിരുത്തുന്നു ചിത്രകാരന്മാരെ കുറിച്ചും ഈ രേഖാചിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറയാം. പോലീസിൽ വന്നതിന് ശേഷം ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യത്തിനായാലും എല്ലാത്ത രീതിയിലായാലും അങ്ങനെ. അപ്പോൾ നേരത്തെ പറഞ്ഞ ചിത്രകാരന്മാരെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞാൽ അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. ഒരു ചിത്രം വരയ്ക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ്. അവസരങ്ങളില്ലാത്ത നല്ല കഴിവുള്ള എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ രേഖാചിത്രം വരയ്ക്കാൻ അവസരം കിട്ടിയതിന് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് പോലീസുകാരനായിട്ട് എനിക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മൾ. അതിന് ജനങ്ങൾ നമ്മളുടെ ഇപ്പോൾ ഹോർത്തോസ് മലബാർക്കസ് പോലത്തെ ചിത്രങ്ങൾ വരച്ചിട്ട് പോലും എന്നെ ആരും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ രേഖാചിത്രം വരച്ച് അതിനെ പ്രതിനെ പിടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കലും എന്നെ പ്രശംസിക്കലും. അത് തന്നെയാണ് ഒരു പോലീസുകാരൻ എന്നുള്ളത് എനിക്ക് സന്തോഷത്തോടെ എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും വലിയൊരു നേട്ടം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരിഞ്ഞനം നവാസ് അതുകൊണ്ട് ആളെ മാറി വെട്ടിയതാ, വേറെ ആളെ ടാർഗറ്റ് വന്നിട്ട് ആളെ മാറി വെട്ടി കൊലപ്പെടുത്തിയിരുന്നു പെരിഞ്ഞൻ നവാസ്. അപ്പം അതിൽ ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് വരച്ചിട്ട് പിറ്റേ ദിവസം അവനെ പിടിച്ചു കഴിഞ്ഞുള്ള വാർത്തയൊക്കെ വന്നപ്പോൾ വഴിത്തിരിവായത് രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ച പടവും പ്രതിയുടെ പടം രണ്ടും കൂടി ഒരുമിച്ചൊക്കെ ഉള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആണ് ജീവിതത്തിൽ എനിക്കൊരു നേട്ടം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരുപാട് മത്സരിച്ചെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഫസ്റ്റ് പ്രൈസ് മിമിക്രിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിവിടെ വരുമ്പോൾ സുകേഷ് മോഹൻ സുഹൃത്തുക്കൾ പുള്ളി വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു അനിയൻ ഭായിക്ക് ഒരു മിമിക്രി ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണല്ലോ. സംഭവിച്ചു പോയതാണ്. അതെ, ശരി. അത് അഭിനന്ദനങ്ങള്. പിന്നെ അലൂമിനിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെയേറെ ഒരു നിശ്ചലാവസ്ഥയൊക്കെ ഇടുന്ന അലൂമിനിയെ വീണ്ടും ഒരു പുനർജന്മം കൊടുത്ത് ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരു കൂട്ടായ്മയുടെ കഴിവാണ്. അത് എങ്ങനെ കിട്ടിയും അലൂമിനി എന്ന് കേട്ടാൽ ഞാൻ അവിടെ വരും. തന്നയ്ക്കായിരിക്കും ആദ്യമൊക്കെ വന്നപ്പോൾ തന്നയ്ക്ക്. എന്നിട്ട് നമ്മളൊരു അന്വേഷണം ഉണ്ട്, 88 തൊട്ട് ആരെങ്കിലും ഉണ്ടോ? 88 ആരും ഉണ്ടാവാറില്ല. അങ്ങനെ വല്ലപ്പോഴും ആരെങ്കിലൊക്കെ കിട്ടും, അവരായിട്ട് ജസ്റ്റ് പരിചയപ്പെടും. അങ്ങനെ കുറെ വർഷങ്ങൾ പോയി. അതിനുശേഷമാണ് ഞങ്ങളുടെ 88-90 സർവകലാശാല എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഇത്തവണ നടന്നത് വളരെ നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അവരൊക്കെ ഒന്ന് കണ്ടെത്തണം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ അങ്ങനെ പല ആളുകളുണ്ട്. നമ്മൾ അവർക്ക് ചെറിയ തോതിലൊക്കെ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അലുമിനിയം ആകുമ്പോൾ ഒരുപാട് ആളുകളുടെ എണ്ണം കൂടുതലുണ്ട്. സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സജഷൻ, ഞാൻ അന്നൊക്കെ പറഞ്ഞിരുന്നു, ഒരു സൊസൈറ്റി രൂപീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സൊസൈറ്റി ഞങ്ങളുടെ പോലീസ് ബാച്ചിൻ്റെ ആ ഒരു ബാച്ചിന് മാത്രം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സൊസൈറ്റി ഉണ്ട്. അതിൽ ഞങ്ങൾ മാസം ഇത്ര രൂപ വെച്ച് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് പൊക്കോളും. അപ്പോൾ അത് നമ്മൾ ഒരാവശ്യം വന്നാൽ, ഒരു ആക്സിഡൻറ്റ് വന്നു 1 ലക്ഷം രൂപ കൊടുക്കണം, നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട് നമുക്കത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കാശാണ്. കൃത്യമായിട്ട് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്ന ചട്ടക്കൂടുണ്ടല്ലോ, നമ്മൾ കളക്ട് ചെയ്യുന്ന കാശാണ്. അതിൽ അഴിമതി എന്നൊന്നും പറയാനില്ല. ഇപ്പോൾ ലഹരിയുടെ ഒരു കാലഘട്ടമാണല്ലോ. വിവിധ ഇനം ലഹരികൾ കൊണ്ട് നമ്മൾ പത്രമെടുത്ത് നിവർത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ലഹരിയെ കുറിച്ചൊരു പോലീസുകാരൻ്റെ നിരീക്ഷണത്തിൽ കാണുന്നത്? അല്ലേ, ഈ കാലഘട്ടം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളുടെ കാലഘട്ടത്തിനേക്കാളും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. രാസലഹരിയെ പോലത്തെ അങ്ങനെ ഒരുപാട് ലഹരികൾ ഇപ്പോൾ പിള്ളേർ ഉപയോഗിക്കാനും അതുവഴി അവരുടെ മെമ്മറി മൊത്തം കട്ടായി പോകാനും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് പോലും അറിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ബോധവൽക്കരണം നടത്തേണ്ടത് കുട്ടികൾക്കല്ല, അവരെ വളർത്തുന്ന രക്ഷിതാക്കൾക്കാണ്. പണ്ടൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല. എല്ലാ നാട്ടിലും എല്ലാ മുക്കിലും മൂലയിലും ലഹരി എത്തിയിട്ടുണ്ട്. അത് പലവിധ ലഹരികൾ. അപ്പോൾ അതിലെനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ഈ ജനറേഷന് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയണത്, പണ്ടത്തെ നമ്മുടെ കാരണന്മാരൊക്കെ, നമ്മുടെ അച്ഛനമ്മയൊക്കെയുള്ള അവരുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് അച്ഛനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് ഒന്നും ചോദിക്കില്ല, അമ്മ മുഖാന്തരമാണ് നമ്മൾ ചോദിക്കുക, പെൻസിൽ വേണം അല്ലെങ്കിൽ അങ്ങനെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർ നേരിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യാണ്, എനിക്ക് ഇന്ന സാധനം വേണം. നമ്മളത് കൊടുക്കാനും തയ്യാറാണ്. അവർ 10 ചോദിച്ചാൽ 100 കൊടുക്കുന്ന കാലഘട്ടമാണത്. അതാണ് നമ്മുടെ തെറ്റ്. നമുക്ക് പറ്റിയാണ് തെറ്റതാണ്. അവരുടെ ആവശ്യം അനുസരിച്ച് മാത്രം നമ്മൾ ചിലവ് ചെയ്യാവൂ. നമ്മളില്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ടാണ് അവർ ചോദിക്കുന്നുണ്ട്, അപ്പുറം നമ്മൾ കൊടുക്കുന്നത്. എന്ത് പറ്റും, എന്ത് ചോദിച്ചാലും കിട്ടാനുള്ള സംവിധാനം നിൽക്കണമെന്ന് നമ്മളെ കണക്കാക്കണം അവർ. പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ സൗകര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവർ സൈക്കിൾ ഓടിക്കുന്ന കാലത്ത് അവർ ബൈക്ക് ആവശ്യപ്പെടും, അല്ലേ? നമുക്ക് കൊടുക്കാൻ പറ്റും. സൈക്കിൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ബൈക്ക് ആവശ്യപ്പെട്ടാൽ നമുക്ക് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇല്ലാത്ത കാശുണ്ടാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ അങ്ങനെ രീതിയിലാക്കിയെടുത്തു. അപ്പോൾ എന്ത് പറ്റും, അവരാവശ്യപ്പെടുന്ന നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ അവർ പൈസ തേടി പോകും.
ആ തേടി പോകുന്ന അവസാനം ചെന്നെത്തുന്നത് ഇതിന്റെ കാരിയർ എന്നുള്ള അവസ്ഥയിലാണ്. മകനും മകളും അതെ പഠിക്കുന്നു. ഭാര്യയ്ക്ക് ജോലി ഉണ്ടോ? ഉണ്ട്. ഇവിടെ കുണ്ടൂർ സ്കൂളിലെ OA ആയിട്ട് ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. എന്താണ് നമുക്കത് ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും അതിൽ പഠിക്കുന്നവരൊക്കെ നമ്മളെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓരോ ചലനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് എന്താണ് ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്കും ദീർഘവീക്ഷണമുള്ള ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്കും എന്താണ് അവരോട് പറയാനുള്ളത്? നമ്മളുടെ ഈ കുട്ടികൾ ഇവര് ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നിരീക്ഷിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തൊക്കെ ഇന്ന് ചെയ്തു. നമ്മളെല്ലാ ദിവസവും ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും പോലീസിൽ സാട്ടാന്ന് പറഞ്ഞാൽ ഞാനിവിടെ സാട്ടയൊക്കെ സംഘടിപ്പിക്കും. പിള്ളേരുടെ അടുത്ത് ചോദിക്കും, നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കാൻ നേരത്തുള്ള നമുക്ക് പണ്ടൊക്കെ നമ്മളെല്ലാവരും അച്ഛനമ്മ മക്കളെല്ലാവരും വട്ടം കൂടി നിന്ന് ഭക്ഷണം കഴിക്കും. ഇപ്പം അങ്ങനത്തെ സിസ്റ്റം കുറഞ്ഞു. ഓരോരുത്തർ ഓരോ നേരത്തൊക്കെയാണ്. പക്ഷേ പരമാവധി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്താണ് നമ്മൾ ആകെ റിലാക്സ് ചെയ്ത് നമ്മളും അവരും റിലാക്സ് ചെയ്തിരിക്കുന്ന സമയം. ആ സമയത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്തുണ്ടായി. ഒരു MDMA പോലത്തെ ഒരു സാധനം ഒരു ദിവസം ഉപയോഗിച്ചാൽ മതി അവൻ്റെ ലൈഫ് വേറെ സ്റ്റൈലിലേക്ക് മാറാനായിട്ട്. ഒരു ദിവസം ഉപയോഗിച്ചാൽ മതി. അവൻ അതിൻ്റെ ഒരു അഡിക്റ്റ് ആയിട്ട് പിന്നെ മാറുക. കഞ്ചാവ് ചിലപ്പോൾ അത്രയ്ക്കും പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ചെന്ന് പെടുന്നത് അങ്ങനത്തെ ആളുകളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ദിവസം വരെ അന്ന് വരെ നമ്മളവനെ നമ്മുടെ വരുതിയിൽ നിർത്തിയിട്ടുണ്ട്. ആ ഒരു ദിവസം മുതൽ അവനൊന്ന് ഗ്ലൂമി ആയാൽ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവൻ ഗ്ലൂമി ആയത്, അല്ലെങ്കിൽ എന്താണ് അവൻ മിണ്ടാത്തത്. ആ മാറ്റങ്ങൾ മക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ വേണം. അതിനനുസരിച്ചുള്ള അവർക്കും മരുന്ന് കൊടുക്കാൻ വേണം. മരുന്ന് മീൻസ് 2 അടി കൊടുത്താലും കുഴപ്പമില്ല. KKTM-ലെ പ്രതിഭകൾ എന്ന ഈ പ്രോഗ്രാമിലെ അതിഥിയായിട്ടുള്ള രാജേശ്വരൻ എന്ന അനിയന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞാലും കലാഭവൻ മണികണ്ഠൻ പോലുള്ള ലോകപ്രശസ്ത ആർട്ടിസ്റ്റ് തന്നെ പറയാം, ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഇന്റർവ്യൂ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അത് വളരെ സന്തോഷം. കൂടെ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും KKTM-ലെ ഓരോ നമ്മുടെ അലുമിനിയിലും അല്ലാതെ KKTM-ൽ പഠിച്ചു പോയ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഗുരുനാഥന്മാർക്കടക്കം ഞാൻ നന്ദി പറയാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു. വളരെ സന്തോഷം.